Sixth problem, a line of length 60 mm has its end P is 15 mm above HP and 20 mm in front of VP. Its top view and front view measures 50 mm and 40 mm respectively. Draw its projections and determine its true inclinations with HP and VP. Also locate its traces. ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഡ്രോയിങ് എളുപ്പമാവാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തെഴുതാം. എ ലൈൻ ഓഫ് ലെങ്ത്ത് 60 mm, അതെന്താണ്? എ ലൈൻ ഓഫ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ട്രൂ ലെങ്ത് ആണ്. കാരണം അവിടെ എലിവേഷൻ്റെ ലെങ്ത്ത് എന്നോ പ്ലാൻ്റെ ലെങ്ത്ത് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ലൈൻ ഓഫ് ലെങ്ത്ത്, അപ്പോൾ ട്രൂ ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ട്രൂ ലെങ്ത്ത് 60 mm. ആ ലൈനിൻ്റെ പേര് പി ക്യു അല്ലേ, ഒരു എൻഡ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പി ക്യു ആയിട്ട് എടുക്കാം. സോ പി ക്യു എന്നുള്ള ലൈൻ, ഇറ്റ്സ് എൻഡ് പി ഈസ് 15 mm എബോവ് എച്ച് പി. സോ പി എന്നുള്ള പോയിൻ്റ് 15 mm എബോവ് എച്ച് പി ആണ്. ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, 20 ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഇവിടെ എബോവ് എന്നുള്ള വാക്ക് കണ്ടപ്പോൾ നമുക്കറിയാം എക്സ് വൈ ആക്സിൻ്റെ മേലേക്കാണ് വരക്കേണ്ടത്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് കാണുമ്പോൾ എക്സ് വൈ ആക്സിൻ്റെ താഴേക്കാണ് ഇത് വരക്കേണ്ടത്. എച്ച് പിയുമായിട്ട് ബന്ധപ്പെട്ട അളവ് ഡാഷ് ഉള്ള രൂപത്തിലും വി പിയുമായി ബന്ധപ്പെട്ട അളവ് ഡാഷ് ഇല്ലാത്ത രൂപത്തിലുമാണ് വരക്കേണ്ടത്. അപ്പോൾ പി ഡാഷ് 15 എബോവ് എച്ച് പി ആണ്, പി 20 ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഇറ്റ്സ് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 50 mm ആൻഡ് 40 mm റെസ്പെക്റ്റീവ്ലി. ടോപ്പ് വ്യൂ ആണ് ആദ്യം തന്നത്, പിന്നെ ഫ്രണ്ട് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 50 ആൻഡ് 40. അപ്പോൾ ടോപ്പ് വ്യൂ 50 mm ആൻഡ് ഫ്രണ്ട് വ്യൂ 40 mm. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. അപ്പോൾ പ്രൊജക്ഷൻസ് വരയ്ക്കണം. എന്നിട്ട് ഡിറ്റർമിൻ ഇറ്റ്സ് ട്രൂ ഇൻക്ലിനേഷൻസ് വിത്ത് എച്ച് പി ആൻഡ് വി പി. എന്താണ് ഈ ട്രൂ ഇൻക്ലിനേഷൻസ് എന്ന് പറഞ്ഞാൽ? ട്രൂ ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിളുകൾ. ട്രൂ ലെങ്ത്ത് എച്ച് പിയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, ട്രൂ ലെങ്ത്ത് വി പിയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഫൈ. അപ്പോൾ തീറ്റയും ഫൈയും കണ്ടുപിടിക്കണം. പിന്നെ അതിന് പുറമെ ലൊക്കേറ്റ് ട്രേസസും കാണണം. ഇത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് വരച്ച് നോക്കാം. ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കാം. എക്സ് വൈ എന്ന് പേര് കൊടുക്കുക. ദെൻ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ടല്ലോ, പി എന്നുള്ള പോയിൻ്റ് 15 എബോവ് എച്ച് പി ആണ്, 20 ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. 15 മുകളിലേക്കും 20 താഴേക്കും. അപ്പോൾ നമുക്കിവിടെ 15 മുകളിലേക്ക്, ദെൻ 20 താഴേക്ക്, മുകളിലേക്ക് 15 താഴേക്ക് 20. ഈ മുകൾ ഭാഗത്തേക്കുള്ള 15 അളവിനെ ഡാഷുള്ള രൂപത്തിൽ എഴുതണം. സോ ഇത് പി ആയതുകൊണ്ട് പി ഡാഷ്. താഴെ ഭാഗത്ത് 20 ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അത് ഡാഷ് ഇല്ലാത്ത രൂപത്തിൽ എഴുതണം. വി പിയുമായിട്ട് ബന്ധപ്പെട്ട അളവാണ്. സോ അത് പി. ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഈ രണ്ട് പോയിന്റിലൂടെയും ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. സോ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, ഇവിടെയും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഇനി എന്താണ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത്? ടോപ്പ് വ്യൂ 50 mm, ഫ്രണ്ട് വ്യൂ 40 mm. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പോയിൻ്റ് പി ആണ്, അടുത്ത പോയിൻ്റ് എവിടെയാണെന്ന് അറിയില്ല, അത് 50 അകലത്തിലാണ് അല്ലേ. ടോപ്പ് വ്യൂ 50 mm. അപ്പോൾ നമുക്ക് എന്തറിയാം? ടോപ്പ് വ്യൂവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്തായാലും പി ആണ്. എൻ പോയിൻ്റ് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അങ്ങോട്ടുള്ള അകലം 50 mm ആണ്. അപ്പോൾ കോമ്പസിൽ ഒരു 50 mm എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് ഇതിൻ്റെ അടിഭാഗം വരെ പോയിട്ട് അവിടെ മുട്ടണം. അവിടുന്ന് അങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലറിൽ എവിടെയോ ആയിരിക്കുമല്ലോ ട്രൂ ലെങ്ത് വരിക. ശരി, അപ്പോൾ നമുക്കിവിടെ ആദ്യം കോമ്പസിൽ 50 mm എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. കോമ്പസിൽ 50 എടുക്കുക. എന്നിട്ട് പി എന്നുള്ള പോയിന്റിൽ കോമ്പസിൻ്റെ നീഡിൽ വെച്ച് വെറുതെ ഒരു ആർക്ക് അങ്ങ് വരയ്ക്കുക. ആ ആർക്ക് ഏതുവരെ എത്തണം? ഈ കാണുന്ന ലൈനിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു പോയിന്റിൽ വരെ എത്തണം. ഇനി അവിടുന്ന് അങ്ങോട്ട് നമുക്കറിയാം പെർപെൻഡിക്കുലറാണ് വരയ്ക്കുക ട്രൂ ലെങ്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറും എത്ര വരെ പോകണം നമുക്കറിയില്ല. തൽക്കാലം വെറുതെ അങ്ങ് മേലേക്ക് വരച്ചിടാം. ശരി, ഇനി
ഈ ഒരു പെർപെൻഡിക്കുലറിൽ എവിടെയോ ആണ് ഈ മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത് വരിക. ട്രൂ ലെങ്ത്ത് 60 mm ആണ് തന്നിട്ടുണ്ട്. ട്രൂ ലെങ്ത്തിൻ്റെ ഒരെൻഡ് പി ഡാഷുമാണ്. അപ്പോൾ പി ഡാഷ് ആണ് ട്രൂ ലെങ്ത്തിൻ്റെ ഒരെൻഡ്. ട്രൂ ലെങ്ത്തിൻ്റെ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് 60 ആണ്. അതിൻ്റെ എൻഡ് പോയിൻറ്റ്, മറ്റേ എൻഡ് പോയിൻറ്റ് ഈ ലൈനിൽ എവിടെയാണ്. അപ്പോൾ നമുക്ക് കോമ്പസിൽ ഈ ട്രൂ ലെങ്ത്ത് എടുക്കാം, അതായത് 60 എടുക്കാം. എന്നിട്ട് ഈ പി ഡാഷിൽ കോമ്പസിൻ്റെ നീഡിൽ വെച്ച് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് ഇവിടെ ചെന്ന് മുട്ടുന്ന ഈ സ്ഥലത്തായിരിക്കും മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്തിൻ്റെ എൻഡ് വരിക. അപ്പോൾ മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത് കിട്ടിയില്ലേ? നമുക്കതിനെ പി ഡാഷ് Q1 ഡാഷ് എന്ന് പേര് കൊടുക്കാം. ഈ ട്രൂ ലെങ്ത്തിൻ്റെ എൻഡ് പോയിൻറ്റിലൂടെ ആയിരിക്കുമല്ലോ ലോക്കസ് വരിക. അപ്പോൾ അവിടെ ഒരു ലോക്കസ് വരച്ചു. ഇനി ഈ ലോക്കസിലേക്കായിരിക്കും ഇവിടെയുള്ള എലിവേഷൻ ചെന്ന് തട്ടുന്നത്. എലിവേഷൻ്റെ ലെങ്ത് എത്ര? ഫ്രണ്ട് വ്യൂ എത്ര? 40 mm ആണ്. അപ്പോൾ കോമ്പസിൽ 40 എടുക്കുക. എന്നിട്ട് ഈ പി ഡാഷിൽ കോമ്പസ് വെച്ച് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് ആ ലോക്കസിൽ ചെന്ന് മുട്ടുന്ന ഈ ഒരു പോയിൻ്റ്, അതായിരിക്കും എലിവേഷൻ്റെ എൻഡ് പോയിൻ്റ്. അങ്ങോട്ട് എലിവേഷൻ വരയ്ക്കുക. അതിന് നമുക്ക് പി ഡാഷ് Q ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. ഇത് Q1 ഡാഷ് ആണ്, Q1 അല്ല, Q1 ഡാഷ്. അപ്പോൾ പി ഡാഷ് Q1 ഡാഷ് മുകൾ ഭാഗത്ത് ട്രൂ ലെങ്ത്ത് കിട്ടി. പി ഡാഷ് Q ഡാഷ് മുകൾ ഭാഗത്ത് എലിവേഷനും കിട്ടി. ഇനി താഴെ ഭാഗത്ത് പ്ലാൻ എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എങ്ങനെ കിട്ടും? ടോപ്പ് വ്യൂ 50 mm ആണെന്നറിയാം. ആ 50 mm എടുത്തിട്ടാണ് നമ്മൾ ഈ ആർക്ക് വരച്ചത്. മറ്റൊരു കാര്യം നമുക്കറിയുന്നത്, എലിവേഷൻ്റെയും ഈ ഒരു പ്ലാനിൻ്റെയും, അതായത് ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പ് വ്യൂവിൻ്റെയും എൻഡ് പോയിൻറ്റുകൾ ഒരേ പെർപെൻഡിക്കുലറിലായിരിക്കും കിടക്കുക നമുക്കറിയാം. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു എലിവേഷൻ്റെ എൻഡ് പോയിൻറ്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ഈ ഒരു ആർക്കിൽ ചെന്ന് മുട്ടുന്ന ഈ സ്ഥലത്തായിരിക്കൂലേ ഇവിടെയുള്ള പ്ലാൻ വരിക. ഇപ്പോൾ നോക്കൂ, ഇങ്ങോട്ടുള്ള അകലം എന്തായാലും ടോപ്പ് വ്യൂ 50, കാരണം ഈ ആർക്ക് 50 ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ള അകലം 50 ആയിരിക്കും. പിന്നെ എലിവേഷൻ്റെയും ഈ പ്ലാനിൻ്റെയും എൻഡ് പോയിൻറ്റുകൾ ഒരേ പെർപെൻഡിക്കുലറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഈ ലൈന് കംപ്ലീറ്റ് ചെയ്യാം. ഇതായിരിക്കും ഇവിടെയുള്ള ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാന്. സോ അതിൻ്റെ പേര് നമുക്ക് PQ എന്ന് കൊടുക്കാം. ഇവിടെയും നമുക്കൊരു ലോക്കസ് വരയ്ക്കാം. ഇനി ഇതിൻ്റെ ട്രൂ ലെങ്ത്ത് 60 ആണല്ലോ. അപ്പോൾ നമുക്ക് കോമ്പസിൽ 60 എടുത്തിട്ട് ഈ പിയിൽ നിന്ന് ഒരു ആർക്ക് വരച്ചാൽ ഈ ലോക്കസിൽ എവിടെയാണത് കട്ട് ചെയ്യുന്നത് നോക്കിയാൽ മതി. സോ കോമ്പസിൽ 60 mm എടുക്കുന്നു, മുകൾ ഭാഗത്തിൽ അതേ ട്രൂ ലെങ്ത്ത് എടുക്കുന്നു. എന്നിട്ട് താഴെ ഭാഗത്തുള്ള ഈ പോയിന്റിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അത് ഈ ലോക്കസിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കുക. ആ പോയിന്റിലേക്ക് പിയിൽ നിന്നൊരു ലൈന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും താഴെ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത്. നമുക്കതിനെ Q1 എന്ന് മാർക്ക് ചെയ്യാം. സോ PQ1 താഴെ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത്, P ഡാഷ് Q1 ഡാഷ് മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത്, P ഡാഷ് Q ഡാഷ് മുകൾ ഭാഗത്തുള്ള എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ, PQ താഴെ ഭാഗത്തുള്ള പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ. ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തൊക്കെയാണ്? തീറ്റ കാണണം, ഫൈ കാണണം. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ട്രൂ ലെങ്ത്ത്, മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് തീറ്റ. ഫൈ എന്ന് പറഞ്ഞാൽ ഈ PQ1 ഈ താഴെ ഭാഗത്ത് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ഫൈ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് തീറ്റ. അത് എത്രയാണെന്നുള്ളത് നോക്കണം. അതേപോലെ ഇവിടെയുള്ള ഈ ആംഗിളാണ് ഫൈ, അതും കണ്ടുപിടിക്കണം. എനിക്കിവിടെ തീറ്റ 36 കിട്ടി. അതേപോലെ ഫൈ കിട്ടിയിരിക്കുന്നത് 50 ഡിഗ്രി എന്നും കിട്ടി. സോ തീറ്റ ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി, ഫൈ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ട്രേസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ട്രേസ് കാണാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു, എലിവേഷൻ അതായത് P ഡാഷ് Q ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അത് XY ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് H ഡാഷ് എന്ന് പേര് കൊടുക്കുക. അവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിലേക്ക് താഴെ ഭാഗത്തുള്ള പ്ലാൻ അതായത് PQനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് കിട്ടും? HT കിട്ടും. ഇതേപോലെ
താഴെ ഭാഗത്തുള്ള പി ക്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ എക്സ് വൈ ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് വി എന്ന് മാർക്ക് ചെയ്യുക, അവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിലേക്ക് പി ഡാഷ് ക്യൂ ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റാണ് വി ടി. നമുക്കിതനുസരിച്ചൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യം പി ഡാഷ് ക്യൂ ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. പി ഡാഷ് ക്യൂ ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് എക്സ് വൈ ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് ഇവിടെ നമുക്ക് എച്ച് ഡാഷ് എന്ന് പേര് കൊടുക്കാം. എച്ച് ഡാഷ്. ആ എച്ച് ഡാഷിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിലേക്ക് ഈ പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ അത് ഇവിടെ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് എച്ച് ടി എന്ന് കിട്ടും. ഇനി വി ടി കിട്ടാൻ എന്ത് ചെയ്യണം? ഈ പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യുക. പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ് വൈ ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് അത് മുട്ടുന്ന ഈ സ്ഥലത്ത് ഞാൻ ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ ഈ പോയിൻ്റ് റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യാം. സോ ഇവിടെ ഈ മുട്ടുന്ന സ്ഥലത്ത് നമ്മൾ വി എന്ന് മാർക്ക് ചെയ്യുന്നു. ആ വിയിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിലേക്ക് പി ഡാഷ് ക്യൂ ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ അതാണ് വി ടി. ഇത് ഒരു പക്ഷേ എല്ലാം കൂടെ ഒരൊറ്റ പോയിൻ്റ് ആയിട്ടായിരിക്കും വരയ്ക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ ആംഗിളിലും ലെങ്ത്തിലൊക്കെ ആർക്കിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ഈ വ്യത്യസ്ത പോയിൻറ്റുകൾ കിട്ടിയിട്ടുണ്ടാവുക. ഒരു പക്ഷേ കറക്റ്റായിട്ട് ഓട്ടോ കാഡിലൊക്കെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം പോയിൻ്റ് ആയിരിക്കും ഒരു പക്ഷേ കിട്ടുക. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണോ എക്സാമിന് കിട്ടുന്നത് ആ രൂപത്തിൽ നിങ്ങൾ വരച്ച് വെക്കുക. ഇനി ഇതിൻ്റെ ഡയമെൻഷനിങ് ചെയ്യണം. സോ തന്നിരിക്കുന്ന അളവുകൾ ട്രൂ ലെങ്ത്ത് 60 mm. അപ്പോൾ ട്രൂ ലെങ്ത്ത് മുകളിലും താഴെയും ട്രൂ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 60 mm ആണ്. സോ ഈ ഒരു ആർക്കിനെ നമുക്ക് കുറച്ചൊന്നങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് R60 എന്നെഴുതാം, റേഡിയസ് 60. അതേപോലെ താഴെ ഭാഗത്തും ട്രൂ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ആ ട്രൂ ലെങ്ത്തിലേക്ക് ഒരു തിൻ ലൈൻ വരച്ചിട്ട് R60 എന്നെഴുതാം. പിന്നെ തന്നിരിക്കുന്നത് പി എന്നുള്ള പോയിൻറ്റിൻ്റെ അളവുകളാണ്. ഈ പി എന്നുള്ള പോയിൻ്റ് മുകൾ ഭാഗത്തേക്ക് 15ഉം താഴെ ഭാഗത്തേക്ക് 20ഉം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അടയാളപ്പെടുത്തിയാൽ മതി. മുകൾ ഭാഗത്തേക്ക് 15, താഴെ ഭാഗത്തേക്ക് 20. ടോപ്പ് വ്യൂ 50 ആണ്, ഫ്രണ്ട് വ്യൂ 40 ആണ്. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പി ക്യു. അപ്പോൾ ആ പി ക്യു എന്നുള്ളതിൻ്റെ ആർക്കൊന്ന് കുറച്ച് വലുതാക്കിയിട്ട് ആ ആർക്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കതിൻ്റെ അളവ് കാണിക്കാം, റേഡിയസ് കാണിക്കാം. സോ ദിസ് ഇസ് R50. മുകൾ ഭാഗത്തേക്കുള്ള എലിവേഷൻ്റെ ഈ ഒരു ആർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെ നമുക്കത് 40 എന്നും കാണിക്കാം. ഇനി ലോക്കസ് താഴെ ഭാഗത്ത് എം എന്നും മുകൾ ഭാഗത്ത് എം ഡാഷ് എന്നും കാണിക്കാം. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് താഴെ എഴുതി വെക്കുക. ഇത്രയുമാണ് ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഇൻ കേസ് ഈ ഒരു പ്രോബ്ലത്തിൽ എലിവേഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ആൽഫ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ പി ഡാഷ് ക്യൂ ഡാഷ് എന്നുള്ള ലൈന് ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ഒരു വലിയ ആംഗിൾ അളന്നിട്ട് അത് എത്രയാണെന്ന് എഴുതുക, ആൽഫ. പ്ലാന് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ ചോദിച്ചാൽ ഈ പി ക്യു എന്ന് പറയുന്ന ഈ ലൈന് എത്ര ആംഗിളിലാണ് കിടക്കുന്നത്, അത് ബീറ്റ. സോ ആൽഫ എന്ന് പറയുന്നത് എലിവേഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ, ബീറ്റ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന ആംഗിൾ. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് എടുത്തെഴുതാം. ഇതോടെ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തൊരു ഡ്രോയിങ് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം.